എൻഡ് ഓഫ് ദ ഡേ ഫണ്ട് കിട്ടുക റേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക്കാണ്. ബട്ട് നമ്മളതിന് പ്രോപ്പർ ചാനലിൽ പോവുക. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് ഡയറക്റ്റ്ലി കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഇൻക്യുബേറ്റ് ചെയ്യാൻ പറ്റി. അവിടുന്ന് നമുക്ക് വി ഗോട്ട് സം എമൗണ്ട് ഞാൻ പറയുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ പ്രോജക്റ്റാണ് കൊടുക്കുക. ചില പ്രോജക്റ്റിന് നല്ല എമൗണ്ട് കിട്ടും. അതിൽ പെട്ടൊരു പ്രോജക്റ്റ് നമുക്ക് കിട്ടി. അത് നമ്മൾ ഓർത്ത് പറയാൻ പാടില്ലല്ലോ. ചില ആൾക്കാർക്ക് കിട്ടലുണ്ടാവില്ല, നല്ല പ്രോജക്റ്റുകൾക്ക് കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടുന്ന് കുറെ ഹെൽപ്പ് നമുക്ക് ചെയ്യാം. അവിടെ ഫാബ് ലാബ് ഉണ്ട്. IT സെക്ടേഴ്സ് മാത്രം വേണമെന്ന് നിർബന്ധമില്ല. കണക്റ്റാണ് മെയിൻലി നമുക്ക് കിട്ടുക. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആസ് ഇറ്റ് ഈസ് അവർ ഒരു സാധനം ചെയ്തു തരില്ല. നമുക്ക് റെഫറൻസ് കിട്ടും. അവർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്കൊരു പ്രൊഡക്റ്റ് പിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വേദി അവിടെ ഉണ്ട്. ഭയങ്കര ലീഡിങ് സംഭവമാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ആ നെറ്റ്വർക്കിൽ വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈവൻ എവറേജ് 3 months നമ്മൾ വിളിക്കും. എനിക്ക് 4 ദിവസം മുമ്പ് എന്നെ വിളിച്ചു. പ്രോഗ്രസ് അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾ ഫണ്ട് എടുത്തിട്ട് വാട്ട് യു ഹാവ് ഡൺ. നമ്മൾ തിരിച്ചടക്കണ്ട, ബട്ട് വി ആർ ക്രെഡിബിൾ ഫോർ ദാറ്റ്. നമ്മൾ എന്താണ്, എത്ര GST അടയ്ക്കുന്നു, എത്ര എമൗണ്ട് സെയിൽ ചെയ്യുന്നു, അവർക്ക് കൊടുക്കണം. അർജുൻ ആക്ച്വലി എന്താ ചെയ്തത് ഈ എമൗണ്ട് കിട്ടിയിട്ട്?